കർണാടകയിൽ ഷിമോഗ എന്ന് പറഞ്ഞൊരു മാർക്കറ്റിൽ ഞാൻ ഇറങ്ങുന്നു. എനിക്ക് ഭാഷ അറിയാൻ മേല, ഒരാളെ പോലും പരിചയമില്ല. നേരെ അവിടെ ചെന്നിട്ട് ചെയ്ത് ഒരു റൂം എടുത്തു, പെർമനന്റ് മന്ത്ലി റെന്റ് റൂം എടുത്തൊരു കാറും വാടകയ്ക്ക് എടുത്തിട്ട് റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലും ഇറങ്ങിയിട്ട് ഇത് കൊടുക്കും, ഇൻവിറ്റേഷൻ ലെറ്റർ. അത് എനിക്ക് കന്നഡ അറിയാൻ മേല, നോട്ടീസ് അടിക്കാൻ അറിയാൻ മേല, ഇംഗ്ലീഷിൽ എഴുതി കൊടുത്തിട്ട് പ്രസ്സുകാരനെ കൂടി കന്നഡയിലാക്കിയിട്ട് റെയിൽവേ സ്റ്റേഷനിൽ നേരെ ഇറങ്ങി വരുന്നത്. വി ആർ സെലക്ടിങ് സം അംബീഷ്യസ് പീപ്പിൾ. ഞായറാഴ്ച പ്രസന്റേഷൻ ഉണ്ട്, ഇവിടെ വരാൻ പറഞ്ഞു. ഞായറാഴ്ച വരുമ്പോൾ നമ്മൾ കോട്ട് വിട്ട് നേരെ കയറി നിന്നിട്ട് നേരെ പ്രസന്റ് ചെയ്യണം. ടീഷർട്ട് വിട്ട് റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലും റോഡ് സൈഡിൽ നിന്ന് ആളെ വിളിച്ചിട്ട് സ്റ്റേജ് കയറുന്ന ഞായറാഴ്ച പ്രസന്റ്. ആരുടെയൊക്കെ ആ കൂടി ഇന്ത്യയിൽ അവർ ക്ലോസ് ചെയ്യാൻ ആലോചിച്ച ഒരേ ഒരു ഓഫീസ് ബാംഗ്ലൂരാണ്, കർണാടക. അവിടെ അനങ്ങുന്നില്ലായിരുന്നു മാർക്കറ്റ്. അങ്ങനെ എന്റെ കൂടെ ഒരു 50 പേരോളം അവിടെ വന്നു. എനിക്ക് കഷ്ടിച്ച് കന്നഡ അറിയാൻ പാടില്ല, കൂടെ വന്ന് ഒരാൾക്കും കന്നഡ അറിയാൻ പറ്റും. റോഡ് നിർത്തി ഇറങ്ങി നിന്ന് റോഡിൽ നിന്ന് പരിപാടി തുടങ്ങിയതാണ്. 6 മാസം 3000 പേരുടെ ഫംഗ്ഷൻ നടത്തി. 6 months. 6 മാസം കഴിയുമ്പോഴത്തെ അവിടുത്തെ ഏറ്റവും വലിയ ഓഡിറ്റോറിയം കോമ്പരംഗമന്ദിരം എന്ന് പറഞ്ഞെടുത്ത് 3000 പേരുടെ ഫംഗ്ഷൻ നടത്തിയിട്ട് അവരുടെ ഫോട്ടോയും വീഡിയോ എടുത്തിട്ട് കമ്പനി അവരുടെ ഹെഡ് ഓഫീസിൽ ഡൽഹി നടന്ന മീറ്റിംഗിൽ, കാരണം കർണാടകയിൽ എല്ലാവരും കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ സീനിയർ ലീഡർമാർ കണ്ടോ നമുക്ക് പരിപാടി നടക്കുന്നുണ്ടോ, നിങ്ങൾക്കല്ലേ പറഞ്ഞു ഇവിടെ നടക്കുകയില്ല, കർണാടക ഭയങ്കര തണുത്ത മാർക്കറ്റാണെന്നത്. നമ്മളൊരു സാധനത്തിന്റെ ഡെപ്ത് എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നിങ്ങൾക്ക് ഭാഷ അറിയാൻ വേണ്ട, പരിചയക്കാർ വേണ്ട, ഒന്നും വേണ്ട. പുറത്തുള്ള ഓപ്പർച്യൂണിറ്റികൾ എന്താണെന്ന് ആദ്യം ഞാനൊന്ന് പറയാം. പുറത്തുനിന്ന് ബിസിനസ് നേരിടുന്ന പ്രശ്നങ്ങൾ എന്താണ്? നോർമൽ ബിസിനസ്സുകാർ നേരിടുന്ന പ്രശ്നങ്ങൾ എന്താ? കോമ്പറ്റീഷൻ കൂടി, ടേൺ ഓവർ കുറഞ്ഞു, മാർജിനും കുറഞ്ഞു. ഒരു നാട്ടിൽ 1 ലക്ഷം രൂപ 2 ലക്ഷം രൂപ ഇന്ന് പലരും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ആദ്യം നമ്മൾ ബോധ്യപ്പെടണം. രണ്ടാമത് ഇവിടെ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് എങ്ങനെയാണ് നിന്നോണ്ടിരിക്കുന്നത്? ആൾക്കാർ ഇന്ന് കോർപ്പറേറ്റ്സിലൊക്കെ വർക്ക് ചെയ്യുന്നതിന്റെ പ്രഷറും ഷുഗറും കൂടിയിട്ട് ഇവരെല്ലാം ഹോസ്പിറ്റലിൽ എത്തും. ആശുപത്രിക്കാരൻ ഇന്ന് IT കമ്പനി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നവരെല്ലാം ഗ്രീറ്റിംഗ് കാർഡ്സ് അയച്ചുകൊണ്ടിരിക്കുക. എന്തിനാണെന്നറിയാം? IT കമ്പനികളിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ഡെയിലി എന്ന് പറഞ്ഞാൽ മെസ്സേജും ഇതുമായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടായിക്കൊണ്ടിരിക്കുക. എന്തിനാ ഹോസ്പിറ്റലുകാർ കീഴിൽ? എന്തിനാ? ഏതെങ്കിലും ആശുപത്രിയിൽ ഇവൻ അഡ്മിറ്റ് ആകുന്നറിയാം, നമ്മുടെ ആശുപത്രി വിളിച്ച് കയറ്റാൻ വേണ്ടിയാണ്. ഭ്രാന്തായിട്ടിരിക്കും. ഇതാണ് ഇന്ന് പുറത്തുള്ള ജോലി. അത് ഇവിടെ മാത്രമല്ല, ഇന്നത്തെ ലോകം മുഴുവനുള്ള ജോലിയാണ്. എന്നാൽ കോഴിക്കോട് കരുവാരക്കുണ്ടില് ഒരു കാപ്പിക്കട ഉദ്ഘാടനം ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മുഖ്യമന്ത്രിക്കെതിരെ ഒക്കെ ഒത്തിരി ട്രോളുകൾ നടക്കുന്നുണ്ട്. കാപ്പിക്കട ഉദ്ഘാടനം ചെയ്തു. എന്റെ സ്റ്റോറി അറിയോ? പയ്യൻ ബിൽഡ് ചെയ്ത കമ്പനി 400 കോടിയാണ് ഇതിന്റെ വാല്യുവേഷനായി. 400 കോടി. ഈ കഥ നടക്കുന്നതിനിടയിൽ ഒരു കുഗ്രാമത്തിൽ നിന്ന് ലോകോത്തര കമ്പനികൾ ഉണ്ടാകാൻ ആ പയ്യനൊന്നും 5 പൈസ കയ്യിലില്ല. ഇന്നൊരാൾ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു ഇൻവെസ്റ്റർ നോക്കുന്ന ഒരു ഐഡിയയുടെ പുറത്താണ് പൈസ കൊടുക്കുന്നത്. ടഫുള്ള ആശയവും അത് ചെയ്യുന്നവൻ എക്സിക്യൂട്ട് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളവന്റെ പുറത്ത് പൈസ ഇഷ്ടം പോലെ ആൾക്കാർ ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്. പൈസ ഒന്നും ആവശ്യമില്ല. നമ്മൾ പ്രൊജക്ട് പ്രൊമോട്ട് ചെയ്യുന്നവന് ആ പ്രൊജക്റ്റിൽ ബോധ്യം ഉണ്ടാവണം, അത് വിജയിപ്പിക്കുക എന്നുള്ള ആംബിയർ ഉണ്ടെങ്കിൽ പൈസയ്ക്ക് ഇന്ന് പ്രശ്നമല്ല.